അല്ല, അതിപ്പോൾ ഇലക്ഷൻ സമയത്തല്ലേ മുന്നണി വിപുലീകരിക്കുന്നത്. ഇന്നിപ്പോൾ UDF യോഗമുണ്ട്. ഇന്നത്തെ യോഗത്തിൽ അത് ചർച്ചയ്ക്ക് വരാൻ സാധ്യതയില്ല. ഇലക്ഷന് തൊട്ട് മുമ്പായി ഈ വിഷയം ചർച്ചയ്ക്ക് വരും. മുമ്പൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. മുന്നണി വിപുലീകരണം ഉണ്ടാവുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് ഇതിനകത്ത് കടന്നു വരാൻ ഞങ്ങൾക്ക് വന്നാൽ പ്രയോജനമുണ്ടെന്ന് തോന്നുന്ന കക്ഷികളും ഇങ്ങോട്ട് വരാൻ സന്നദ്ധതയുള്ള കക്ഷികളുമായിട്ടൊക്കെ ആ സമയത്തെ ചർച്ച നടക്കും. ഇപ്പം ഇല്ല. ശശി തരൂർ ആണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് സർവേയിൽ 28% അദ്ദേഹത്തിനാണ് മുഖ്യമന്ത്രിയാകാൻ. ഏത് ഏജൻസിയാണ് സർവേ നടത്തിയതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അദ്ദേഹം ഒരു സർവേയുടെ വിവരം അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സർവേയുടെ ഫലത്തെക്കുറിച്ച് നമ്മളാരും സംശയിക്കേണ്ട കാര്യമില്ല. നല്ലത്, അദ്ദേഹത്തിന് ഇത്രയും ആളുകൾ മുഖ്യമന്ത്രിയാവണം എന്ന് സർവേയിൽ വന്നു. പക്ഷെ നാളെ ഇപ്പോൾ പ്രധാനമന്ത്രിയാകാൻ ആരാണ് ഏറ്റവും കൂടുതൽ അർഹൻ എന്നൊരു സർവേ നടത്തിയാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പേരും വരും, ഒരു സംശയമില്ല. കാരണം അദ്ദേഹം കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും ഇൻ്റർനാഷണൽ ലെവലിൽ ഏറ്റവും പ്രമുഖരായിട്ട് നേതാവാണ്. അത് അത്തരം ഒരു സർവേയുടെ ഫലം പുറപ്പെടുവിക്കുന്നത് ആ ഏജൻസി ആയാൽ അതിന് നമുക്ക് വിശ്വാസം കൂടും.